നമസ്കാരം. നളന്ദ സർവകലാശാല ഇന്ത്യയുടെ വിദ്യാഭ്യാസ പൈതൃകത്തിൻ്റെയും ഊർജ്ജസ്വലമായ സാംസ്കാരിക വിനിമയത്തിൻ്റെ പ്രതീകമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. നളന്ദ ഒരു സ്വത്വമാണ്, ആദരമാണ്, മൂല്യമാണ്, ഒരു മന്ത്രവും അഭിമാനവും ഇതിഹാസവുമാണ്. ഈ പുനരുജ്ജീവനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു നരേന്ദ്രമോദി. നളന്ദ ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ നവോത്ഥാനം മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഏഷ്യയുടെയും പൈതൃകം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യ സുസ്ഥിരമായ ഒരു മാതൃകയെ ജീവിക്കുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും കിഴക്കൻ ഏഷ്യ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തോടെയാണ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത്. 17 രാജ്യങ്ങളിലെ സ്ഥാപന മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നളന്ദയെപ്പറ്റി കൂടുതലായി വിശദമായി അതിൻ്റെ ചരിത്രം മുതൽ നമുക്ക് ഇനി ഇതിലേക്ക് മനസ്സിലാക്കാം. പുരാതന ഭാരതത്തിൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ചുകൊണ്ട് പഠിക്കാമായിരുന്ന ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവകലാശാലയായിരുന്നു നളന്ദ സർവകലാശാല. ലോകത്തിൽ നിന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നളന്ദ സർവകലാശാല തകർത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കേണ്ട സർവകലാശാലയായിരുന്നു. ബുദ്ധമതസ്ഥരുടെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാല 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത മഹാസാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഉടലെടുക്കുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തൻ പണി കഴിപ്പിച്ച നളന്ദ സർവകലാശാലയിൽ ലോകമെമ്പാടുമുള്ള 2000-ലേറെ അധ്യാപകരും 10,000-ലേറെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. 427 മുതൽ 1197 വരെ നിലവിലുണ്ടായിരുന്ന നളന്ദ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ അവിടെ താമസിച്ചുകൊണ്ടാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. താമര എന്ന അർത്ഥം വരുന്ന നളവും നൽകുക എന്ന അർത്ഥം വരുന്ന ഇന്ദയും ചേർന്നാണ് നളന്ദ എന്ന നാമധേയം സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. താമരയെ അറിവിൻ്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ നളന്ദ എന്നത് അറിവ് പകർന്നു നൽകുന്ന സ്ഥലമെന്നും അർത്ഥമുണ്ട്. വേദങ്ങളിൽ തുടങ്ങി പ്രപഞ്ചത്തിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും അറിവ് പകർന്നു നൽകുന്നതിന് മഹത്തായ ഒന്നായിരുന്നു നളന്ദ സർവകലാശാല. ലോകമെമ്പാടുമുള്ള നിരവധി പ്രമുഖർ അറിവ് നേടാനായി നളന്ദ സർവകലാശാലയിൽ എത്തിയിരുന്നു. ലോകത്തിലെ പ്രശസ്തമായ ഏറ്റവും പുരാതനമായ സർവകലാശാലയായ ഈജിപ്തിലെ അൽ അസർ സർവകലാശാലയ്ക്കും ഇറ്റലിയിലെ ബൊലോഗ്ന സർവകലാശാലയ്ക്കും ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്കും മുമ്പ് പിറവിയെടുത്ത സർവകലാശാലയായിരുന്നു നളന്ദ സർവകലാശാല. 90 കിലോമീറ്റർ ചുറ്റളവിൽ പടർന്നു പന്തലിച്ച് നിന്നിരുന്ന നളന്ദ സർവകലാശാലയുടെ നിർമ്മാണ ശൈലി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ക്ഷേത്രങ്ങൾ, പഠനമുറികൾ, പ്രാർത്ഥനാമുറികൾ, കുളങ്ങൾ, വിശ്രമസ്ഥലങ്ങൾ, വിശാലമായ ഗ്രന്ഥശാല എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് സർവകലാശാല നിലനിന്നിരുന്നത്. 9 നിലകളുണ്ടായിരുന്ന 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ പാകത്തിന് നിർമ്മിച്ച ഗ്രന്ഥശാല ധർമ്മഗുജ് എന്നാണ് അറിയപ്പെടുന്നത്. നളന്ദ സർവകലാശാലയുടെ ഒട്ടധികം പ്രത്യേകതകളിലൊന്നാണ് ഈ ഗ്രന്ഥശാല. ജപ്പാൻ, കൊറിയ, ചൈന, ഇന്തോനേഷ്യ, ടിബറ്റ്, പേർഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികൾ വിദ്യ നേടാനായി നളന്ദയിലെത്തുമായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും വിളിച്ചോതുന്നതാണ് നളന്ദ സർവകലാശാലയിലുള്ളത്. 12 വർഷം നീണ്ടു നിൽക്കുന്ന പാഠ്യപദ്ധതിയായിരുന്നു നളന്ദ സർവകലാശാലയിൽ ഉണ്ടായിരുന്നത്. ബുദ്ധമതവും അതിൻ്റെ തത്വജ്ഞാനങ്ങളുമായിരുന്നു പ്രധാന പാഠ്യ വിഷയങ്ങൾ. എന്നിരുന്നാലും ഇതിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഇവിടെ നിന്ന് നൽകുന്ന വിദ്യകൾ. ഗണിതം, വൈദ്യശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം, യുദ്ധതന്ത്രങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ നളന്ദയിൽ അഭ്യസിപ്പിച്ചിരുന്നു. പ്രമുഖ ചരിത്രകാരന്മാരായ ഹുയാൻസാങ്ങും യൂജിങ്ങും നളന്ദയിൽ വിദ്യാഭ്യാസ രീതികളെപ്പറ്റിയും നിലവാരത്തെപ്പറ്റിയും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധമത സന്യാസിയും തത്വചിന്തകനുമായിരുന്ന ശീലഭദ്രൻ നളന്ദയിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയാണ് ഹുയാൻസാങ്ങിനെ നളന്ദയിലെത്തിച്ചത്. അറിവിൻ്റെ കൊടുക്കൽ വാങ്ങൽ നടന്നിരുന്ന സർവകലാശാല പ്രശസ്തമായ പല ഭാരതീയ ഗ്രന്ഥങ്ങളും മൊഴിമാറ്റം ചെയ്യപ്പെടാനും തന്മൂലം മറ്റ് പ്രദേശങ്ങളിലേക്കും അവയുടെ പ്രാധാന്യം വളർത്തുവാനും വേണ്ടി വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. നളന്ദ സർവകലാശാലയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ വിദ്യാഭ്യാസം തികച്ചും സൗജന്യമാണ്. 100ഓളം ഗ്രാമങ്ങളിൽ നിന്ന് സർവകലാശാലയുടെ പ്രവർത്തനത്തിനായി സഹായം ലഭിച്ചിരുന്നു. സർവകലാശാലയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന 2 വ്യക്തികളാണ് അശോക ചക്രവർത്തിയും ഹർഷവർദ്ധനും. 800 വർഷത്തെ പാരമ്പര്യത്തിനിടയ്ക്ക് 3 തവണയാണ് നളന്ദ സർവകലാശാല ആക്രമണത്തിന് ഇരയായത്. ഖുദ്ബുദ്ദീൻ ഐബക്കിൻ്റെ സൈന്യാധിപനായ ഖിൽജിയാണ് 1193 അവസാനമായി നളന്ദയെ ആക്രമിച്ചതും തീവച്ചതും. സർവകലാശാലയുടെ പതനം ആരംഭിച്ചത് ഇവിടെ മുതൽക്കാണ്. ഇവരുടെ ക്രൂരതയാണ് ബുദ്ധ സന്യാസിമാർ ഇരയാകപ്പെടുകയും മരണപ്പെടുകയും ചെയ്തത് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്.
സന്യാസിമാരെ മാത്രമല്ല അവർ ആക്രമിച്ചത്, 9 നിലകളുള്ള ഗ്രന്ഥശാലകളും അവർ തീയിട്ടു. 3 മാസക്കാലത്തോളം കത്തിയ ഗ്രന്ഥശാലയിലൂടെ കത്തിയെരിഞ്ഞത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളായിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം സർവകലാശാല വീണ്ടും 100 വർഷം കൂടി നിലനിർന്നു എങ്കിൽ പിന്നീട് പൂർണ്ണമായും നശിക്കുമായിരുന്നു. നളന്ദയുടെ കത്തി നശിച്ച അവശിഷ്ടങ്ങൾ ഏകദേശം 1,50,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. എന്നാലും നളന്ദയുടെ 90% അവശിഷ്ടങ്ങളും മണ്ണിനടിയിൽ തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. ഭാരതത്തെ കൂടാതെ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ബ്രൂണോ, കംബോഡിയ, ചൈന, ഇന്തോനേഷ്യ, ലാവോസ്, മൗറീഷ്യസ്, മ്യാൻമാർ, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, തായ്ലാൻഡ്, വിയറ്റ്നാം രാജ്യങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. 137 വിദേശ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ഇവയിൽ ആസിയാൻ, ഭാരത് ഫണ്ട് മുഖേനയുള്ള സ്കോളർഷിപ്പുകൾ, ബിംസ്റ്റെക് സ്കോളർഷിപ്പുകൾ, വിദേശകാര്യ വകുപ്പിന്റെ ഭൂട്ടാൻ സ്കോളർഷിപ്പ് എന്നിവ നൽകി വരുന്നുണ്ട്.